പിന്നെ 2019 കേരളത്തിന്റെ ഒരു ജേഴ്സി അണിയാൻ പറ്റി കേലോ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. 2019 കേരളത്തിന് വേണ്ടി കേലോ ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട് അല്ലേ? നമസ്കാരം സുഹൃത്തുക്കളെ, ഫാഷൻ വ്ളോഗറിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കോഴിപ്പറമ്പ് യാറ മുഫീന എന്നുള്ളൊരു കായിക താരത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. ഫുട്ബോൾ ഫീൽഡിൽ ഒരുപാട് മെഡലുകളും ഒരുപാട് അംഗീകാരങ്ങളും കരസ്ഥമാക്കി നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ കേരള സ്റ്റേറ്റിന് വേണ്ടി സുഹൃത്തുക്കളെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളാണ് യാറ മുഫീന. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫുട്ബോൾ രംഗത്തേക്ക് വന്നിട്ട് ഒരുപാട് കാലങ്ങളായോ? ഒരുപാട് കാലങ്ങളായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ UP സെക്ഷനിലാണ് ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. എറിയാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഫൈസൽ സാറാണ് എന്നെ ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് പിന്നെ VMC-യിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്റെ സാറ് മുജീബ് സാറായിരുന്നു. സാറാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാനും പിന്നെ ഈ ഫീൽഡിൽ നിന്ന് അങ്ങനെ പിന്നീട് ഞാൻ ഹോസ്റ്റൽ സെലക്ഷൻ ഇറങ്ങുകയാണ് ചെയ്തത്. UP സെക്ഷനിൽ ഏഴാം ക്ലാസ് ആ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ. പിന്നെ എന്നാണ് ടീമിലേക്കൊക്കെ സെലക്ടഡ് ആയത്? പിന്നെ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഒന്ന് മെച്ചപ്പെടുന്നു വരുന്നത്. അപ്പോൾ പിന്നെ +1 +2 ഹയർ സെക്കൻഡറി വിഭാഗം ഞാൻ നേരെ സ്പോർട്സ് സയൻസിന്റെ കീഴിൽ കണ്ണൂരാണ് പഠിച്ചുകൊണ്ടിരുന്നത് 2 വർഷം. അതിനുശേഷം പിന്നെ ഡിഗ്രി എടുക്കാൻ വേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്ററിൽ ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്? ഇപ്പോൾ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് മലപ്പുറം ഏരിയ, മലപ്പുറത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് മലപ്പുറം ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 2019 കേരളത്തിന്റെ ഒരു ജേഴ്സി അണിയാൻ പറ്റി കേലോ ഇന്ത്യക്ക് വേണ്ടിയിട്ട്. 2019 കേരളത്തിന് വേണ്ടി കേലോ ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ ഒരു കളിക്ക് വേണ്ടിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് വീട്ടിൽ നിന്നൊക്കെ? ഫാമിലി നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഫാമിലി അങ്ങനെ എതിർത്തിട്ടോ ഒന്നുമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടേ നിന്നിട്ടുള്ളൂ. ഇതിനും ആരില്ലെങ്കിലും ഉപ്പയാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത്. അതായത് പൊതുവെ നമ്മുടെ ഈ ഒരു പെൺകുട്ടികൾ വല്ലാതെ ഈ ഒരു ഫുട്ബോൾ ഫീൽഡിലേക്ക് വല്ലാതെ വരുന്നില്ല. അതിൽ തന്നെ എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പൊതുവെ ഇങ്ങനെ ഒരു സ്പോർട്സ് രംഗത്തേക്ക് വരുന്ന ആളുകൾ ഒരുപാട് കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ നിങ്ങൾ അത് അതിജീവിച്ച് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നിലവിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്ററിലാണ് പഠിക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സാണ്, 4 വർഷത്തെ കോഴ്സാണ്. ഇപ്പൊ 4ാമത്തെ വർഷം കംപ്ലീറ്റ് ആവാൻ പോണു. ഇപ്പൊ ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഫീൽഡ് കഴിഞ്ഞ പിന്നെ PGക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ഫീൽഡിൽ പോയിട്ട് ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമാവും. തീർച്ചയായിട്ടും അങ്ങനെയാണ് വരേണ്ടത്. പിന്നെ ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞല്ലോ, ഏതാണ് ഇഷ്ട ടീം? ഏതാണ്? എന്റെ ടീം ഫ്രാൻസ് ആയിരുന്നു. ഫൈനലിൽ പോയി അല്ലേ? ഫ്രാൻസിൽ ഏതാ ഇഷ്ടപ്പെട്ട കളിക്കാരൻ? എംബാപ്പെ. അതിനെ കണ്ടിട്ടാണ് ആ ടീമിലോട്ട് വരാൻ തോന്നിയത്. അപ്പൊ ഈ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഈ ഒരു ഫുട്ബോൾ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കളികളൊക്കെ കാണുമായിരുന്നോ? കളികൾ കാണുമെന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി കളി തുടങ്ങിയിട്ടാണ് കളിയിലോടുള്ള ഇഷ്ടം വന്ന് തുടങ്ങി. അല്ലാതെ
ഇഷ്ടത്തോടെ വന്ന് ചേർന്നതല്ല. ഇവര് കളി എല്ലാവരും എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ അധികം ആളുകൾക്കൊന്നും അറിയില്ല. ഇതേപോലെ ഒരു ഫുട്ബോൾ കേരള ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോഴിപ്പറമ്പ് ഉണ്ട് എന്നുള്ളത് അധികം ആർക്കും അറിയില്ല. ഞാൻ തന്നെ നിങ്ങളെ പറ്റി അറിഞ്ഞത് നിങ്ങളെ ഫാദറിന്റെ കടയിൽ പോയ സമയത്ത് അവിടെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ തന്നെ ഇത് ഒരു കുട്ടി ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്ന് അപ്പോഴാണ് അറിയുന്നത്. എന്താണെങ്കിലും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ള ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുത്തതിന് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഉപ്പയ്ക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. അപ്പൊ വീണ്ടും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനാകട്ടെ. താങ്ക് യു.